കെ.സി. വേണുഗോപാൽ എം പി CPM-ന് ഭയമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു. അതിന് പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കെ.സി. വേണുഗോപാലിനെ ഉൾപ്പെടുത്താൻ പല രീതിയിലുള്ള ശ്രമങ്ങളും നടന്നിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ അതിലൊന്നും ഏൽക്കാതെ വന്നപ്പോൾ പുതിയ പദ്ധതി അല്ലെങ്കിൽ 18ാം അടവുമായി CPM രംഗത്ത് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴായി പറഞ്ഞതുപോലെ 1970-കൾ മുതൽ ഇങ്ങോട്ട് CPM-ന് ഭയമുള്ള അല്ലെങ്കിൽ CPM-ന്റെ വളർച്ചയിൽ ഭീഷണിയായി മാറിയിരുന്ന പല നേതാക്കന്മാരെയും തേജോവധം ചെയ്യാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു പെൺ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ വിഷയം എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ പറയുന്ന മറ്റു പാർട്ടികളിൽ മാത്രമല്ല, അതിനപ്പുറം സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും വളർന്നു വരുന്നതിനെ തടയിടാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു. മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് അതെ, അവരുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അതിനെ ഇല്ലാതെ മുകളിലുമല്ല അയാൾക്കൊരു ഭാവി ഉണ്ടെന്ന് കണ്ടാൽ തന്നെ കടക്കിൽ കത്തി വരുന്ന രീതിയൊക്കെ വരും. അതെ, തീർച്ചയായിട്ടും. അപ്പോ അതേ തന്ത്രം തന്നെ ഇവിടെ വീണ്ടും കെ.സി. വേണുഗോപാലിന് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് കെ.സി. വേണുഗോപാലിന്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടം വരെ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതെ, അപ്പോ ഇത് കഥയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ചരിത്രം പരിശോധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുലിന്റെ ചരിത്രത്തിൽ ചികഞ്ഞ് കയറി കണ്ടുപിടിച്ച കുറച്ച് കേസുകളുമായി ഉയർന്നു വന്ന് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാക്കാൻ കൃത്യമായി CPM-ന് പങ്കുണ്ടായിരുന്നു. അത്തരത്തിൽ കെ.സി. വേണുഗോപാലിനെയും ഇവിടെ പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് അവിടെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചടി നൽകാമെന്നുള്ള വ്യക്തിഗതപരമായ ഒരു തിരിച്ചടി അതാണ് CPM ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം കെ.സിയെ ഒഴിവാക്കി നിർത്താൻ സാധിക്കും? അല്ല ഹർഷ, ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ. ഈ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾക്കാർ അവരാണ്. അതെ, അപ്പോൾ അവർക്ക് ദേശാഭിമാനി എന്ന് പറഞ്ഞൊരു പത്രവും ആരും കാണാത്ത കൈരളി എന്ന് പറഞ്ഞൊരു ചാനലും ഉണ്ട്. അപ്പോൾ ഈ ചാനലും ഈ പത്രവും ഉപയോഗിച്ചാണ് അവർ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഹർഷ പറഞ്ഞ ആ കാര്യത്തിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ എടുത്ത് തന്നെ പറയാം. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ലൊരു നേതാവായിരുന്നു ഗോപി കോട്ടമുറിക്കൽ. ഈ ഗോപി കോട്ടമുറിക്കലിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് VS-നൊപ്പം നിന്നൊരു നേതാവാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല വശം, പാർട്ടി കണ്ടെത്തുന്ന കുഴപ്പം, എന്നാൽ നമ്മൾ കണ്ടെത്തുന്ന നല്ല വശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുണ്ട്. ഒരു നേതാവിനെ നേതാവാക്കുന്നത് അയാളുടെ നിലപാടുകളാണ്, ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നതും അയാളുടെ നിലപാടുകളാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ നിലപാടുകളുള്ളൊരു നേതാവായ VS-നൊപ്പം നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗോപി കോട്ടമുറിക്കലിനെ അദ്ദേഹത്തിന് ഒരു പറയുന്ന പോലെ പാർട്ടിയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിക്കുന്നതോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതോ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവരുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ വേറൊരു ആൾ കൈകടത്തേണ്ട കാര്യമില്ല. അവരുടെ മനസ്സാണ്, അവരുടെ തീരുമാനമാണ്. മറ്റുള്ളവർക്ക് എന്താ? അപ്പോൾ ഗോപി കോട്ടമുറിക്കലിനെ കോർണർ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയൊരു കഥ കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം. CPM അന്ന് കാണിച്ച ഏറ്റവും അല്ല, ഇവിടെ CPM-ന് ഒരു പ്രധാനമായ വശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ പെടുന്ന ഒരുപാട് ആളുകൾ CPM പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പോലും അതിലെല്ലാവരെയും ഇവർ ക്രൂശിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരെയും ഇവർ ഇരയാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് നേട്ടമുള്ള ഭൂരിഭാഗം ആളുകളും ഇന്നും ഈ പറയുന്ന നിയമസഭയിൽ ആളുകളുണ്ട്. അല്ല, ഇരയാക്കും ഹർഷ. നമ്മളത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ ഇരയാക്കുന്നത് എങ്ങനെയെന്നറിയോ? അയാളൊന്ന് മേളിലേക്ക് പൊങ്ങി വന്നാലോ എന്നുള്ളവർ കടക്കൽ കത്തിവെക്കുന്നതിന് പരിപാടി. നമ്മൾ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാം? സാമ്പത്തിക തട്ടിപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് മാനഹാനി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ സാമ്പത്തികമായ തട്ടിപ്പുണ്ടാക്കുന്ന ആൾക്ക് മാനഹാനി ഉണ്ടാക്കുന്നത് സ്ത്രീ വിഷയ കഥകളാണ്. അതിൽ ഇവരെ പോലെ ഇത്രയും എഫേർട്ട് എടുക്കാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ PhD നേടിയ ആൾക്കാർ വേറെ ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചുക്കും നടക്കില്ല. കേസ് കണ്ണൂരിൽ നിന്ന് വന്ന ആളാ. അതെ, അപ്പോ ഈ പറയുന്നത് പോലെ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത് പോലെ കണ്ണൂരിൽ നിന്ന് വന്നു മാത്രമല്ല ആലപ്പുഴയിൽ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് ജനറൽ സെക്രട്ടറി. തീർച്ചയായിട്ടും ഇവിടെ CPM ഭയപ്പെടുന്നത് CPM-നെതിരെ ശബ്ദിക്കുന്ന, അതായത് ഉയർന്ന ശബ്ദത്തിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ അല്ല, മറിച്ച് സൈലന്റ് ആയി ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പല മുതിർന്ന നേതാക്കന്മാർ, ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ പോലെ ഒരുപാട് നേതാക്കന്മാർ ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി UDF തരംഗം ഉണ്ടായപ്പോൾ അവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരുടെ ബുദ്ധി, രാഷ്ട്രീയ ബുദ്ധി കൃത്യമായി CPM ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രയോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന കേസിനെതിരെ ആണെങ്കിലും മറ്റേ ആർക്കെതിരെ ഇനി ഒരു സ്ത്രീ വിഷയം വന്നാലും ഇതൊക്കെ CPM-ന്റെ എല്ലാ പ്രാവശ്യത്തെയും പോലെയുള്ള ഒരേ തന്ത്രമാണെന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.
അല്ല അത് ഈ പറയുന്ന പോലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏതൊരു യുവനേതാവിനെ ഹർഷയ്ക്ക് എടുത്ത് കാണിക്കാൻ പറ്റും? എനിക്കെടുത്ത് കാണിക്കാനില്ല. കാര്യം എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഇടത് നേതാക്കൾ അല്ലെങ്കിൽ DYFIയുടെ നേതാക്കളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് 1980കളിലെ DYFI ആണ്. ഞാൻ ചോദിക്കട്ടെ, മരുന്നിന് ഒരു സമരം സമൂഹത്തിൽ ഈ നടക്കുന്ന എന്തെങ്കിലും ചേഷ്ടകൾക്കെതിരെ DYFI നടത്തിയിട്ട് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലത്ത് പറയാനുണ്ടോ? ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന പരിപാടി അല്ലാതെ DYFI ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇവിടെ എന്തുണ്ടയാ ചെയ്തിട്ടുള്ളത്? എന്തുണ്ടയാ കഴിഞ്ഞ 10 വർഷം DYFI ഇവിടെ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഭരണത്തിനെതിരെ പറയണം. ഉണ്ട്. SFIയും DYFIയും ചെയ്തിട്ടുള്ളത് നമ്മളെ വൈസ് ചാൻസലറുടെ കേസൊക്കെ കണ്ടല്ലോ കേരള യൂണിവേഴ്സിറ്റിയിൽ. മറ്റേ പിന്നെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് പിന്നെ ചുടിയോറ് തീറ്റിക്കാന്നൊക്കെ പറഞ്ഞ് പഴഞ്ചൊല്ലി പറയുമല്ലോ, അല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ട് തലയുറിയാന്നൊക്കെ പറയുന്ന പോലെ ഈ ചെക്കന്മാരെ പിള്ളേരെ ഇറക്കിയുള്ള കളി, അങ്ങനെയുള്ള വൃത്തിയുടെ കളികൾക്കേ ഇവർക്ക് പറ്റിയിട്ടുള്ളൂ. അല്ലാതെ സമൂഹത്തിന്, എനിക്കും നിങ്ങൾക്കും ഈ കേരള സമൂഹത്തിന് വേണ്ട എന്തെങ്കിലും ഒരു ജെന്യൂനായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ DYFIയോട് സമരം ചെയ്തോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ പറയുന്ന നേരത്തെ ചേട്ടൻ ചോദിച്ച അതേ ചോദ്യം തന്നെ തിരിച്ചു പറയുകയാണ്. CPM-ൽ നിന്നും അല്ലെങ്കിൽ LDF മുന്നണിയിൽ നിന്നും ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന യുവ നേതാക്കൾ അല്ലെങ്കിൽ ജനകീയനായ യുവ നേതാക്കൾ എന്ന് പറയാൻ ഇന്നിവിടെ ആരുണ്ട്? അപൂർവം ചർച്ചകളിൽ വന്നിരുന്ന ഗോഗോ വിടുന്ന വസീഫോ എനിക്കറിയില്ല, സനോജോ എനിക്കറിയില്ല, ഇവരൊക്കെയാണോ മെറിറ്റ് കൽപ്പിക്കുക? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഇന്നിപ്പോ കോൺഗ്രസ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. കോൺഗ്രസിൽ എടുത്തു കാണിക്കാൻ ഒരു കൂട്ടം നേതാക്കന്മാർ, യഥാർത്ഥത്തിൽ യുവ നേതാക്കന്മാരുണ്ട് എന്നുള്ളത്. അതിന് ഒരു കാരണമുണ്ട്. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടായതാണ്. പക്ഷെ എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ സമൂഹം തയ്യാറല്ല. കാര്യം അവർ അത്ര കണ്ട് നന്നായിട്ട് ആത്മാർത്ഥതയോടെയാണ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ സർക്കാരിനെ വിമർശിക്കാൻ കാരണമുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഇതേപോലെയുള്ള സ്ത്രീ വിഷയമല്ല, എന്തൊരു തന്ത്രം ഉപയോഗിച്ചാലും ഇന്നിപ്പോൾ കോൺഗ്രസിലുള്ള നേതാക്കന്മാരെ തകർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ അത് വിശ്വസിക്കും. പക്ഷേ എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. ഹർഷ പറഞ്ഞ പ്രാദേശിക തദ്ദേശ ഇലക്ഷനിൽ പിന്നെ ഈ പറയുന്ന തദ്ദേശ ഇലക്ഷനിലായാലും കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നാലും കോൺഗ്രസ് പാർട്ടി കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ, ലോക്സഭയിൽ കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ, അത് ഈ പറയുന്ന പോലെ കനകോലു ഒന്നുമല്ല കണ്ടെത്തിയത്, സുനിൽ കനകോലു ഒന്നുമല്ല, സതീശനാണ് കണ്ടെത്തിയത്, VD സതീശനാണ് കണ്ടെത്തിയത്. ആ സ്ട്രാറ്റജി, ആ ഇലക്ഷൻ സ്ട്രാറ്റജി, അതിൽ വെറിപൂണ്ടിരിക്കുകയാണ് ഗോവിന്ദനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും. അതെ, അതുകൊണ്ട് തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ പേടിയാണ് പിണറായിക്ക് പേടിയാണ്. എത്ര MLA-മാരെന്ന് പറഞ്ഞു? ഏതാണ്ട് എല്ലാത്തിനെയും മത്സരിച്ചോളാം പറഞ്ഞു, അല്ലേ? പേടിയാണ്. അതെ, ഈ പറയുന്ന പുതിയ ഒരു മുഖത്തെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ നിലവിൽ CPM-ൽ, അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. അതേസമയം എഴുതാൻ പറ്റില്ല. അതെ, പക്ഷേ അതേസമയം കോൺഗ്രസ് ചെയ്യുന്നത് അങ്ങനെയല്ല. കോൺഗ്രസ് ചെയ്യുന്നത് എത്രത്തോളം പുതുമുഖങ്ങളെ നിർത്താൻ സാധിക്കും അത്രത്തോളം പുതുമുഖങ്ങളെ നിർത്തും. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും. സമൂഹത്തിൽ അവർക്കുള്ള പേര് അത്രയ്ക്കുണ്ട്. സമൂഹം ശ്രദ്ധിക്കുന്ന വൈബ്രന്റ് ആയ ചെറുപ്പക്കാരാണ് അവരൊക്കെ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോ നേരത്തെ തദ്ദേശത്തിൽ കാര്യം പറഞ്ഞു, തദ്ദേശത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ പറയുന്ന കോൺഗ്രസിന് സാധിച്ചിരുന്നു. അതെല്ലാം തന്നെയും കൃത്യമായി കൊള്ളണ്ടെടുത്ത് കൊണ്ടിരുന്നു എന്നുള്ളതാണ്. CPM-ന് അങ്ങനെയല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചെയ്താലും ആദ്യം അവർ ചെയ്യേണ്ടത് അവരെന്ത് കേരളത്തിലേക്ക് ഇനി എന്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ അവർ എന്ത് കൊണ്ടുവന്നു എന്നുള്ളത് ജനങ്ങൾ അറിയിക്കണം. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിരിക്കുന്നവരെ കുറ്റം പറയലല്ല യഥാർത്ഥത്തിൽ ഭരണപക്ഷം ചെയ്യേണ്ടത്. ആ ഡ്യൂട്ടി ചെയ്യേണ്ടത് പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിരിക്കുന്നത് തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത്. പറയാനുണ്ട്, അതായത് ഇവർ പറയുന്ന പോലെ എന്ത് ചെയ്തു എന്നുള്ള തെറ്റ് പ്രതിപക്ഷം കണ്ടുപിടിക്കും. പക്ഷെ ഇവരെ വിമർശിക്കാതിരിക്കാനൊന്നും നമുക്ക് കഴിയുന്നില്ല. വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ ഇതിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന കാര്യത്തിലേക്കും KCയെ വിമർശിക്കുന്നതിലേക്ക് എത്തിക്കൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഈ പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചീറ്റിപ്പോയി, കൃത്യമായി CPM-ന്റെ പദ്ധതികൾ ചീറ്റിപ്പോയി. ഇനി അടുത്ത പുതിയ പദ്ധതികൾ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട അംഗം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. CPM പല നേതാക്കന്മാരും പല പ്രവർത്തകരും KCയുടെ ചരിത്രം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കതേ ഉണ്ടാവുള്ളൂ. കാരണം അദ്ദേഹത്തെ നമുക്കറിയാം, കൃത്യമായ രീതിയിൽ ഇതൊക്കെ തിരിച്ചു വരും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ CPM-ന്റെ പുതിയ ക്യാപ്സ്യൂളുകൾ KCക്കെതിരെ വരുന്നതും അതിന് പ്രതികൂലമായിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണമൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കാം എന്നുള്ളതാണ്.